എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇച്ചിരിയൊക്കെ കുഴപ്പമുണ്ട് കേട്ടോ. എനിക്കതിന് പെട്ടെന്നൊരു കോൾഡ്, എന്നിട്ട് പിന്നെ ഇവിടെ എല്ലാം അങ്ങ് നിറഞ്ഞിരിക്കുക. പോൾമോനും ഇച്ചിരി ചുമയുണ്ട്. ഈ പിള്ളേർ മഴ നനയുന്നുണ്ട് കേട്ടോ. റേസിനും അതുപോലെ റെയിൻകോട്ട് കൊടുത്ത് വിട്ടാലും അവൻ ഈ ബസ്സിൽ കയറുന്ന സമയത്തൊക്കെ ഞാൻ വിളിക്കാൻ പോകും. പിന്നെ സ്കൂളിൽ നിന്ന് ബസ്സിലോട്ട് കയറുന്നിടത്ത് ഇതൊന്നുമില്ല. അപ്പോൾ അവിടെ ഇച്ചിരി ഒന്ന് നനയും, അങ്ങനെയല്ല. പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ ഞാൻ എന്താന്ന് പിന്നെ കമൻറ്റിൽ വന്ന് അനിത ചോദിച്ചു, പിന്നെ അനിത മനോജ് ചോദിച്ചു, പിന്നെ മായ വന്ന് വാട്സപ്പിൽ ചോദിച്ചു, ചേച്ചി എന്താ ഇന്നലെ ഇവൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ? അപ്പോൾ എനിക്ക് ഇന്നലെ ഇത്തിരി കോൾഡ് ഉണ്ട്, പോകുന്നില്ലെന്നും പറഞ്ഞിരുന്നയാ. ഇവനങ്ങോട്ട് കരയാനും തുടങ്ങി. എന്നിട്ട് ആ സമയത്ത് ബെൻസിയുടെ ഫോൺ വന്നേ. അപ്പം ബെൻസി പറഞ്ഞേടാ മോനെ മമ്മിക്ക് വയ്യ, മോൻ വേറൊരു ദിവസം മോനെ കൊണ്ടുപോകും. അപ്പം ബെൻസി എടുത്ത് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഫോൺ വെച്ച് കഴിഞ്ഞ് ബെൻസി പറഞ്ഞതെല്ലാം കേട്ട് അത് കഴിഞ്ഞ് വെച്ചിട്ട് എൻ്റെ അടുത്ത് മമ്മിയുടെ അടുത്ത് പറ, പിന്നെ എനിക്ക് ഇന്ന് പോകണം, അതാ ഇതാന്നൊക്കെ. പിന്നെ ഇതൊന്നും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി ലേറ്റായി. പിന്നെ അവനെ ഇന്നലെ എണീറ്റതുമില്ല. രാവിലെ 11 മണി കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടേ. റീച്ചാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് പോകാനായിട്ട്. അങ്ങനെ ലേറ്റായി. അവനെ രാവിലെ ഇവന് എണീറ്റില്ല. പിന്നെ എനിക്കും വയ്യാന്ന് പറഞ്ഞാൽ വയ്യാൽ ഞാൻ എണീറ്റായിരുന്നു. ഈ കൊച്ചനൊരു വിധത്തിൽ എണീക്കുന്നില്ല. പിന്നെ അവനിത്തിരി വയ്യായിരുന്നു താനും, കഫായിരുന്നു അവനും. അതുകൊണ്ട് അവൻ പോയില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഇച്ചിരി റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇന്നത്തെ ആ വീഡിയോ ഞങ്ങൾ പോയത് ഞാൻ ഒരു ദിവസം ഇടാം. കാരണം എൻ്റെ മൊബൈലിൽ സ്പേസ് ഇല്ല. ഞാൻ പോളിൻ്റേതിലും അപ്പച്ചൻ്റേതിലൊക്കെയാണ് എടുത്തത്. അതല്ല ഇനി എൻ്റേതിലാക്കിയിട്ട് വേണം എനിക്ക് ഇടാനായിട്ട്. അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും. നാളെ മറ്റന്നാളോ അതിടാം. ഇതിപ്പം അതിന് മുമ്പിട്ടുള്ള വീഡിയോ കേട്ടോ. വീഡിയോ ഒക്കെ കാണുക, ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ. അതിനാണ് ഞാൻ പറയുന്നതില്ലേ, ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. മഴയുണ്ട് ഇവിടെയും കേട്ടോ. അതുകൊണ്ടൊക്കെ നാട്ടിലാണെങ്കിൽ ഭയങ്കര കാറ്റൊക്കെ. ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, ഇന്നല്ല 2 ദിവസത്തിന് മുമ്പ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തേക്ക് വരെ ഒടിഞ്ഞെന്ന്. അതുപോലുള്ള കാറ്റ്. അമ്മയ്ക്ക് വെച്ചിട്ട് വയ്യാതൊക്കെ ഇരിക്കും. അതുകൊണ്ടൊക്കെ ഇന്നലെ പോകണമെന്നൊരു ഇതുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ പോയെങ്കിൽ ഞാൻ ഒരു എൻജോയ് ചെയ്തല്ല ഞാൻ അവിടെ ഇരുന്നത്. കാരണം നമ്മുടെ മനസ്സിലൊരിത്, ഇവന് കുറേ പിള്ളേരല്ലേ, പിള്ളേർ ക്ലാസ്സിലും ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇന്ന റെസ്റ്റോറൻറ്റിൽ പോയടാ, നീ ഏതിലാണ് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ്. ഞാൻ അന്നേരം പറഞ്ഞു, മോനെ അവർ പോയെന്ന് പറഞ്ഞ് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മമ്മിക്ക് വയ്യാന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോകുന്നത്. പിന്നെ കരഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ പോയി. ഈ കോൾഡാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. വല്ലാത്ത അസ്വസ്ഥത എന്തായിരുന്നു നമുക്ക്. അതിന് റെസ്റ്റ് എടുക്കുക മെയിൻ. ഇച്ചിരി ആവിയും കൊള്ളണം, ഈ സ്റ്റീം ഉണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തുള്ളത് തൊട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള പരിപാടിയാണ് ഇത്. പ്രൈസമ്മോൻ ഇവിടെ ഉണ്ടെങ്കിൽ അവന് ചപ്പാത്തിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശനിയാഴ്ച ദിവസം ഇവിടെ മിക്ക ദിവസവും മാഗി ആയിരിക്കുമല്ലേ. അതുകൊണ്ട് അവരെല്ലാം സന്തോഷത്തിലായിരുന്നു. എല്ലാം എന്ന് പറയാൻ പോളും പ്രൈസനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നെ മാഗി ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ അതിന് ശേഷമുള്ള വീഡിയോയാണ് എടുത്തത്. അവനോട് ഞാൻ അവിടെ ഇപ്പോൾ 1-ാം തീയതി തൊട്ട് ഇനിയും ഫസ്റ്റ് യൂണിറ്റ് എക്സാം വരിക. അപ്പം അവനോട് പഠിക്കാൻ പറഞ്ഞിട്ട് അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ്. അപ്പം ഞാൻ ഇതൊന്ന് മെഴുക്ക് പുരട്ടട്ടെ. ഇതുണ്ടെങ്കിൽ അവൻ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് കൊടുക്കാമല്ലേ. അപ്പം ഇവനാ കൂടുതലും ഇഷ്ടം ഇത് വെണ്ടയ്ക്ക. ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല, അവർ കഴിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് തന്ന് ഹൈ ഫ്ലെയിമിൽ ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെക്കട്ടെ.
ഞാൻ വീഡിയോ എടുത്തത് ആൾ കണ്ടില്ല ആദ്യം, അതാ പിന്നെ ചോദിച്ചാൽ എന്തുവാന്ന് എന്നോട് ചോദിക്കുക. എന്നിട്ട് അവിടെ പിന്നെയും അവിടെ ഭയങ്കര പാട്ടാണ്. ആ സമയം കൊണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡിയായി. കഴിഞ്ഞ ദിവസം ഏത്തയ്ക്ക വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏത്തയ്ക്ക ഇങ്ങനെ സ്റ്റീം കയറ്റി കഴിക്കുന്നത്, പുഴുങ്ങി തിന്നുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഏത്തയ്ക്ക ഒരെണ്ണം എൻ്റേത് പുഴുങ്ങി കഴിച്ച്. അപ്പോൾ ഇവൻ അടുക്കളയിൽ വന്നിട്ട് ഇവൻ ഒരു ഇച്ചിരി ടേസ്റ്റ്, ഇവർക്കൊന്നും ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്, ഇവർ പറയും ആ തൊലിയൊക്കെ വേണ്ട എന്ന് പറയും. അപ്പോൾ ഇച്ചിരി കൊടുത്ത ഉടനെ ആൾക്ക് ഇഷ്ടമായി. ഏത്തയ്ക്ക പുഴുങ്ങി തിന്നണ്ട ഒരു ഇച്ചിരി പ്രൈസിന് കൊടുത്തോണ്ടേ അവൻ പറഞ്ഞ അവനും ഇതുപോലെ വേണമെന്ന്. പിന്നെ അവനിപ്പം ഞാനിത് പുഴുങ്ങി കൊടുത്തയാണ്. ഞാൻ നേരത്തെയും പുഴുങ്ങുമ്പോൾ ഞാൻ ഇച്ചിരി തിന്ന് നോക്കണമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയും. കാരണം ആ സ്കിൻ ഇങ്ങനെ ഇളക്കുന്നുണ്ടേ ഏത്തയ്ക്ക കാണുമ്പോൾ ഒരു ഇതില്ലല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ പറയും വേണ്ടാന്ന്. ഇന്ന് വിശന്നയായിരിക്കാം. അപ്പോൾ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ അവന് അത് വീണ്ടും പുഴുങ്ങി കൊടുക്കുമായിരുന്നു. അവിടെ വന്ന് പറഞ്ഞ വാക്കൊന്ന് ഒന്നുകൂടെ പറഞ്ഞേ. എടാ എന്തോ നീ ഇപ്പം എന്നോട് വന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലായില്ല. എടാ എന്തുവാന്ന് നീ പറഞ്ഞു വന്ന്. അവനാകെ അങ്ങ് ടയേർഡായി, ആൾ ടൈറ്റായി പോയത്. ഇത്ര രാവിലെ തൊട്ടിട്ട് പഠിക്കുമായിരുന്നെന്ന്. ഇനി കുറച്ചു നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെന്ന്. ഫുൾ ടൈം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ബഹളമായിരുന്നു. എന്നിട്ട് പറയാം എൻ്റെ ആലത്ത് ടൈറ്റായി പോയെന്ന്. അപ്പച്ചായും കണ്ട് നീ എന്തോ ചെയ്യുമായിരുന്നെന്ന് ആലത്തായിട്ടാവാൻ. എടാ അങ്ങനെ ഇരുന്ന് എഴുതാ, ടേബിള് വെച്ചെഴുത്, കാലേ വെച്ചെഴുതുന്നു. പ്രൈസൻ രാവിലെ തൊട്ട് പഠിച്ച് എൻ്റെ ആല ടൈറ്റായി. ഇനി ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞ് പഠിക്കാന്ന്. ഇവിടെ നിന്ന് ചുമ്മാ ടൈം പാസ് ആയിരുന്നു. എന്തുവാടാ ബെഡ് ആണെങ്കിൽ ഓവറോയി വേറെ ഒന്നും അന്ന് പോയിട്ട് വന്നേ ഇല്ല രണ്ടുപേരൂടെ. മലയാളത്തിൽ പറയടാ. അറിയത്തില്ലെങ്കിൽ നീ മിണ്ടാതിരി, വാ കൂടിയിരി. സ്കൂളിൽ നിന്ന് വരും അവിടെ തൊട്ടുള്ള റെസ്റ്റോറൻ്റ് എല്ലാം പേര് നോക്കിക്കൊണ്ട് വന്നേക്കുക അവനും അവൻ്റെ കൂട്ടുകാരും. എന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഇന്നടുത്ത് പോകണം, എൻ്റെ കൂട്ടുകാരൻ അവിടെ പോയി. പിന്നെ അല്ല നീ പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞ് നീ അങ്ങ് മലയാളത്തിൽ പറഞ്ഞാൽ മതി. പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടി ഓബറോയി പോകും. അതുകൊണ്ട് ഓബറോയിനകത്ത് റെസ്റ്റോറന്റ് ഉണ്ട്, ഒത്തിരി റെസ്റ്റോറന്റ്, അവിടെ തിന്നും. അതുകൊണ്ട് നീ മാത്രം ഫാമിലി ആയിട്ട്. കഴിഞ്ഞ ഞാൻ പറയില്ല യൂണിഫോം നോക്കാൻ പോയണ്ടേ പപ്പായും മോനൂടെ ഓബറോയി മോളുടെ അപ്പുറത്തൊരു ഇതുണ്ടായിരുന്നു, സ്കൈ സിറ്റിയോ അങ്ങനെ കണ്ട്. അവിടെ പോയണേ അവിടെ എല്ലാം പണികൾ നടക്കുന്നേ ഉള്ളൂ. അപ്പം അന്ന് പപ്പ പറഞ്ഞാൽ നിൻ്റെ ബർത്ത്ഡേക്ക് നിന്നെ ഓബറോയി മോളിൽ കൊണ്ടുപോകാമെന്ന്. അതാ ഇപ്പം പറഞ്ഞേ. ആദ്യം ഞാൻ ചിന്തിച്ചു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന്. പിന്നെ പപ്പ പറഞ്ഞ് ഓബറോയി, അന്നേരം അവർക്ക് കളിക്കാനൊക്കെ ഈ വണ്ടിയിലൊക്കെ കയറുകയും ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഉണ്ടല്ലേ, അതിന് പോകാനാണ് ഈ ആളിരിക്കുന്നത്. അപ്പം പപ്പായെ ചട്ടം കെട്ടുക. പപ്പ വെളിയിൽ ചപ്പാത്തിയും പാലൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് വന്നേ. അപ്പോൾ റെയിൻകോട്ട് വെളിയിൽ ആ ബാൽക്കണിയിലൊന്ന് ഇടാൻ പോയതാണ്.
അപ്പോൾ അവനവിടെ ഇരുന്ന് പഠിക്കുകയും കാര്യങ്ങൾ ഇതൊക്കെ അവനങ്ങ് പഠിച്ചങ്ങ് ക്ഷീണിച്ചങ്ങ് ഞാൻ ടൈറ്റായി ഞാൻ ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ചൊവ്വേ രാവിലെ തൊട്ടാ ബുക്കിരുന്ന് കുറേ എഴുതും, പിന്നെ പാട്ട് പാടും, പിന്നെ അവൻ്റെ ബിൽഡിംഗ് ബോക്സ് എടുത്ത് അവൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡ്രോയിങ് ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടി. അപ്പം ഞാനിന്ന് തോരൻ വെക്കുന്നത് പയറും ഞാൻ ഇന്നാൾ ജിയോ മാർട്ടിൽ നിന്ന് കൊച്ചു വാങ്ങിച്ചല്ല, പൊന്തം അത് അത്ര നല്ലതല്ലായിരുന്നു, ഉള്ളൊന്നുമില്ലായിരുന്നു, പൊട്ടുകായായിരുന്നു. അതൊരു 3-4 ഉണ്ടായിരുന്നു. അത് തന്നെ വെച്ചാൽ തികയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചെറുപയറും ഇട്ട് ഇതന്ന് തോരൻ വെച്ചിട്ട് പോള് കണ്ടോണ്ടേ. പോള് ഉറക്കാ മമ്മിയുടെ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്, പയറും കായൂടെ. അപ്പം ഞാൻ പയറൊന്ന് കുക്കറിൽ ഒരിച്ചിരി ഒന്ന് ചെറുപയർ വേവിച്ച്, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് സവാളയും തേങ്ങയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ പയർ ഒരിച്ചിരിയും കൂടെ വേവണമായിരുന്നു. എന്നിട്ട് ആ പയറൊന്നിട്ട് ഇച്ചിരി ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചേ, കാരണം ഇനി ആ കായ കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. കുറച്ച് ദിവസമായി മോരുണ്ടാക്കിയിട്ട്. അപ്പം തൈരൊന്ന് ഉടച്ച് വെച്ചായിരുന്നു. മോര് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഒക്കെ ഇട്ടൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ വരാറായി തുടങ്ങി. അപ്പോൾ ഇതിലേക്ക് കടുക് വറക്കാൻ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകവും പൊട്ടിച്ചു, കടുകും പൊട്ടിച്ചു, എന്നിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി പേസ്റ്റ് ഇച്ചിരി ആ മോരിൻ്റെ അകത്ത് ഇട്ടാണ് അത് തിളപ്പിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മോരിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 ദിവസത്തേക്കിന് ഇനി നമുക്ക് കറിയുടെ ടെൻഷൻ ഇല്ല, ഈ മോരുണ്ടല്ലേ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ഞാൻ തിളപ്പിച്ച് വെച്ചു. അതിനുശേഷം പിന്നെ അനു വന്നു, അവൾ വന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഞാനൊരിച്ചിരി ചോറും, എനിക്ക് ഈ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മീനിൻ്റെ ഒരു തലയുണ്ടായിരുന്നു, അതും ഈ തോരനും കൂടെ എടുത്ത് ഞാൻ കഴിക്കാൻ ചെന്നുണ്ട്. ഒരാൾ വന്ന് തലയുണ്ടോയെന്നും പറഞ്ഞു. അവന് ഈ തലയുടെ കണ്ണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ്. അങ്ങനെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി ആ തലയ്ക്കകത്ത് ഒത്തിരി മുള്ളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി എനിക്ക് തല തരണേ, ഞാൻ തല തിന്നോളാന്ന് പറഞ്ഞ്. എന്തിനു പിള്ളേരാണോ വന്ന് ഈ കൊച്ചുകളി ഞാൻ ആദ്യമായിട്ടാണ് ഈ തല വേണോ കണ്ണ് വേണോ എന്നൊക്കെ പറയുന്ന കേൾക്ക് അറിയുന്നത്. തല കണ്ണ് ഒത്തിരി ഇഷ്ടമാണ് മീനിൻ്റെ കണ്ണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളൊന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.